ജീവിതത്തിൽ മനസ്സറിഞ്ഞ് ചിരിക്കണ ദിവസങ്ങളാണ് കേട്ടോ എൻ്റെ അനിയത്തി അടുത്തേക്ക് വരുന്നത്. അമ്മയും അച്ഛനും പിന്നെ അതുപോലെ എൻ്റെ വേറൊരു കൂടപ്പിറപ്പും ഞങ്ങളെ വിട്ടു പോയതിന് ശേഷം ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭയങ്കര സങ്കടമാണ്. പക്ഷേ എൻ്റെ അനിയത്തി കോഴിക്കോടാണ്, അപ്പോൾ അവളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഉള്ളൊരു സന്തോഷം, എനിക്കൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നടക്കും, കുറേ കാര്യങ്ങളുണ്ടാവും ഞങ്ങൾക്ക് പറയാനായിട്ട്. അപ്പോൾ ഒരു കല്യാണത്തിന് അറ്റൻഡ് ചെയ്യാനാണ് അവർ വന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ വന്ന് ഞങ്ങൾ ആ കല്യാണത്തിലൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് നടന്ന്, അപ്പോൾ ഭയങ്കര സന്തോഷമാണ് കുട്ടികൾക്കാണെങ്കിലും. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്കൊക്കെ പോയി. അപ്പോൾ അവിടെ ഒരു തൃശ്ശൂർ ഹൈലൈറ്റ് മാളിലാണ് നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് പോയിട്ട് ഒരു ചെറിയ ചായ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് വെറുതെ റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെയൊക്കെ പോയി വരാം കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ചെറിയൊരു ചായ, നമ്മളൊരു ഭക്ഷണം എന്നല്ല ഉദ്ദേശിക്കുന്നത്, നമ്മളെല്ലാവരും കൂടെ എല്ലാവരും അതൊരു സന്തോഷമല്ലേ. അപ്പോൾ അത് ഞാനും ഇടയ്ക്ക് കോഴിക്കോട് അവളുടെ അടുത്തേക്ക് പോകും, പക്ഷെ വളരെ കുറവാണ്. നമ്മുടെ മക്കളെയൊക്കെ ഇട്ടിട്ട് നമ്മൾ പോകാമെന്ന് പറയുന്നത് എളുപ്പമല്ല. അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വരിക. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെറുതെ കയറി നോക്കുക, അച്ഛൻ എപ്പോഴും ബുക്ക് മേടിക്കും. അപ്പോൾ ആ ബുക്കുകളൊക്കെ ഞങ്ങൾ അതിൽ വെറുതെ ഒന്ന് നോക്കിയത് അച്ഛൻ്റെ ഓർമ്മകളൊക്കെ ആയിട്ട് അമ്മയുടെയും ഒക്കെ ഓർമ്മകളായിട്ടിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാണ്, അപ്പോൾ നമ്മൾ പഠിച്ചിരുന്ന ബുക്ക് ഉണ്ടല്ലോ, ഒരു കുടയും കുഞ്ഞു പെങ്ങളും, അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ, ഞങ്ങൾ സത്യത്തിൽ മേടിക്കാനല്ല കടയിൽ കയറിയത്, പക്ഷെ ഒന്ന് നോക്കാൻ നമ്മുടെ പഴയ ഓർമ്മകൾ അച്ഛൻ കൊണ്ടുവന്ന ബുക്കുകളൊക്കെ അതൊന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അനിയത്തി ഇങ്ങനെ കാണിച്ചു തരാണ്, അതെ ഈ കർണൻ എന്ന് പറഞ്ഞ ബുക്ക് എൻ്റെ അച്ഛൻ വാങ്ങിച്ചാണ്, ഇപ്പോഴും വീട്ടിലുണ്ട്. അവളിങ്ങനെ ആ ഒരു വിഷമം പറയാം. അപ്പം അച്ഛനെ ഓർത്ത് പോവാണ് നമ്മൾ. അങ്ങനെ അത് ആ കടക്കാരനെ ഇത് തോന്നിയിട്ടുണ്ടാവും കേട്ടോ. ഞങ്ങളവിടെ വെറുതെ നിൽക്കണതാണ്. അപ്പോൾ അവിടെ കടകളിലും പിന്നെ അവിടെ ലുലു മാളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒക്കെ ഒന്ന് വെറുതെ പോയി നമ്മളതൊക്കെ ഒന്ന് കാണാമെന്നുള്ളതാണ്. വെറുതെ പുറത്തിപ്പോൾ നല്ല ചൂടാണല്ലോ, അപ്പോൾ നമ്മളിങ്ങനെയുള്ള ഷോപ്പിംഗ് മാളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ നടക്കും അത്ര. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോള് ഹോസ്റ്റലിൽ നിന്ന് വിളിച്ച് ഞങ്ങൾ അവളോട് ഇങ്ങനെ വർത്താനം പറയാം. നല്ല അടിപൊളി ദിവസങ്ങളായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും വിഷമം അവർ പോകാനായിട്ട് നിൽക്കണ ആ ഒരു ദിവസമാണ് കേട്ടോ. അത് കണ്ടില്ലേ, അപ്പോൾ പോകുമ്പോൾ ഒരു വേദന മാറാൻ ഒരുപാട്